ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടൊപ്പം ഈ ഏപ്രിൽ മാസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. ഈ ഏപ്രിൽ മാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ മാസത്തിൻ്റെ ഓരോ ദിവസവും സാധിക്കുന്നവർ എല്ലാവരും സങ്കീർത്തനം 91 ചൊല്ലുക. സങ്കീർത്തനം 91 കൂടുതലായി ധ്യാനിക്കുക. ഈ മാസം എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ ഈ സങ്കീർത്തനം 91 നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുക. തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭവനങ്ങൾക്കും പ്രത്യേക സംരക്ഷണം ലഭിച്ചിരിക്കും. ഈ വിശുദ്ധ സങ്കീർത്തനത്തിലൂടെ നാം വായിക്കുന്ന, നാം ധ്യാനിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാനായി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഏപ്രിൽ മാസം എല്ലാ മേഖലകളിലും ദൈവം ഇടപെടുന്നതിനു വേണ്ടി, നമ്മുടെ ജീവിതം മനോഹരമാക്കുന്നതിനും സന്തോഷവും സമാധാനമുള്ളതുമാക്കുന്നതിനു വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മാസം പ്രത്യേകമായി നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ നിയോഗങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ, ഈ മാസം സാധിച്ചിരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഇടപെട്ടിരിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ ഈ മാസത്തെ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ എല്ലാം നടത്തിച്ചു കിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 91 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട്, എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ഏപ്രിൽ മാസത്തിൽ അങ്ങയിൽ പൂർണ്ണമായും പ്രത്യാശ വെച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയെ പൂർണ്ണമായി അന്വേഷിക്കുന്നതിനും അറിയുന്നതിനും വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും അങ്ങ് ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും, ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും, അമിതമായ ചിന്തയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും സമാധാനവും ആശ്വാസവും
ഈ മാസത്തിൽ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ ഓരോന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഏപ്രിൽ മാസത്തിൽ അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ നിറവേറ്റണമേ. ദൈവമേ, ഒരേ ഹൃദയത്തോടെ, ഒരേ പ്രാർത്ഥനയോടെ ഈ സമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളെ, ദുഃഖം, വേദന, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, പ്രതിബദ്ധങ്ങളെ എല്ലാം ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആകാംക്ഷയും സമർപ്പിക്കുന്നു. അമിതമായ ചിന്തയെ സമർപ്പിക്കുന്നു. ഇതെല്ലാം അങ്ങ് ഏറ്റെടുത്ത് ഈ മാസത്തിൽ ഞങ്ങൾക്ക് ആരോഗ്യവും സന്തോഷവും സമാധാനവും സ്നേഹവും അനന്തമായ അനുഗ്രഹങ്ങളും നൽകി ഈ മാസത്തെ അങ്ങ് വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദയയും കാരുണ്യവും വിശ്വസ്തതയും കൊണ്ട് ഈ മാസം ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അനുഗ്രഹമായി വന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവെ, ചെറുതും വലുതുമായ വലിയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ കാണാൻ ഈ പരിശുദ്ധ മാസത്തിൽ ഞങ്ങളെ തന്നെ താഴ്മയായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ഏപ്രിൽ മാസത്തിൽ ദൈവമേ, അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ ചെയ്തു തീർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും എല്ലാവരും കാണുവാൻ തക്കവണ്ണം അങ്ങയുടെ മഹത്വം താൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന മാസമാക്കി മാറ്റണമേ. ഓരോ ദിവസവും ഞങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഈ മാസം ദൈവാനുഗ്രഹങ്ങളുടെ മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ മുഴുവൻ സത്തയിലേക്ക് നിറഞ്ഞ് ഓരോ നിമിഷവും അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും അന്തരാത്മാവിനും അങ്ങയുടെ സ്നേഹവും പ്രകാശവും നിറച്ച് അങ്ങയുടെ നീതിയും ന്യായവും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ മാസം ദൈവമേ, അങ്ങയിലുള്ള അനന്തമായ വിശ്വാസം ഞങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഇന്ന് ഞങ്ങളെ സ്പർശിക്കണമേ. ഈ മാസം ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പാത്രരാകുന്നതിന് ഞങ്ങളെ തന്നെ ഞങ്ങൾ താഴ്മയോട് സമർപ്പിക്കുന്നു. എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പരാജയത്തിലും വേദനയിലും ദുഃഖത്തിലും കഴിയുന്ന ഓരോ വ്യക്തികൾക്കും ഈ ഏപ്രിൽ മാസത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ധാരാളം അനുഗ്രഹങ്ങളുടെ മാസമാക്കി മാറ്റണമേ. ദൈവമേ, ഈ മാസം വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും മാസമാക്കി മാറ്റണമേ. ദൈവമേ, ഈ മാസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുന്നവരുടെയും ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയുടെ മാസമാക്കി മാറ്റണമേ. ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവുമുണ്ടാകാതെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുന്നതിന് ദൈവിക കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ സത്യവും കൃപയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ മാസം ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ച് ചെയ്യുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഈ മാസം പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഫലം ഉണ്ടാകുവാൻ, നല്ലൊരു റിസൾട്ട് കിട്ടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം നടക്കുന്ന എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസ്, പ്രൊഫഷണൽ കോഴ്സസിൻ്റെ എക്സാമിനേഷനെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാ കാൻഡിഡേറ്റ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അങ്ങയുടെ അത്ഭുത കരങ്ങളാൽ ഈ മക്കളെ വഴി നടത്തണമേ. ഇവർക്കാവശ്യമായ മാർഗനിർദ്ദേശം നൽകി ഇവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു സഹോദരിയുടെ മകൻ 9 മാസമായി ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ഈ മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒപ്പം ജയിലിൽ അടയ്ക്കപ്പെട്ട ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ നീതിയും ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ അന്ധകാരത്തിൽ കർത്താവെ അവിടുന്ന് ഇടപെട്ട് അവർക്ക് ആശ്വാസവും
പുതിയ പ്രകാശവും പുതിയ പ്രത്യാശയും നൽകി എല്ലാം പുതുതായി തുടങ്ങുവാൻ, ജീവിതം തന്നെ പുതിയതാക്കുവാൻ എല്ലാം നവീകരിക്കുന്ന കർത്താവായ യേശുവെ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോടതി കേസുകൾ തീർപ്പാക്കാനായി ഈ മാസം അവിടുന്ന് ഇടപെടണമേ. വർഷങ്ങളായി നടക്കുന്ന കോടതി കേസുകളുടെ തീർപ്പാക്കൽ ഈ ഏപ്രിൽ മാസത്തിൽ പൂർത്തിയാക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീട് പണി പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെല്ലാ തടസ്സങ്ങളും മാറ്റി വീട് പണി പൂർത്തീകരിക്കുവാൻ ഈ മാസത്തിൽ അവരെ അനുഗ്രഹിക്കണമേ. അതിനുള്ള സാധന സാമഗ്രികളും സാമ്പത്തിക സഹായങ്ങളും ആൾ സഹായങ്ങളും നൽകി വീടുപണി തുടങ്ങിവെച്ചത് തീർക്കുവാൻ, പൂർത്തിയാക്കുവാൻ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് വസിക്കുന്ന ഭവനമാക്കി അവർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒപ്പം സ്വന്തമായി ഭവനമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങളായി വാടക വീട്ടിൽ താമസിച്ച് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മാസം അവിടുന്ന് ഇടപെട്ട് അവരെ അനുഗ്രഹിക്കണമേ. ഒരു പോം വഴി നൽകണമേ. ഞങ്ങൾക്കൊരു പുതിയ വീട്, ഞങ്ങളുടെ സ്വപ്നമായ ഒരു പുതിയ വീട് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം വിവാഹം നടക്കുന്ന എല്ലാ ദമ്പതിമാരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ മാസം വിവാഹിതരാകുന്ന എല്ലാവർക്കും പ്രത്യേക ദൈവിക കൃപാവരങ്ങളാൽ അവരെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ കൃപയും സത്യത്താലും ഈ ദമ്പതിമാരെ നിറയ്ക്കണമേ. ഒപ്പം വിവാഹിതരായ എല്ലാ ദമ്പതിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഏപ്രിൽ മാസത്തിൽ സകലവിധ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും നൽകി ദൈവിക ആനന്ദത്തിന് ഇവരെ പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മാസം കൂടുതൽ പ്രാർത്ഥനയിലും നന്മ പ്രവൃത്തികളിലും വ്യാപൃതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ മാസം കൂടുതൽ കർത്താവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി അവിടുത്തെ സന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥനയോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ ഈ ഏപ്രിൽ മാസം ചിലവഴിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരീക്ഷ കഴിഞ്ഞ മക്കൾ അവരുടെ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അവരവർക്ക് സാധിക്കുന്നതായ ചെറിയൊരു ജോലി സ്വന്തമാക്കി അവരുടെ സമയം ഫലപ്രദമായ രീതിയിൽ ചെലവഴിക്കാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ. കർത്താവെ, പരീക്ഷാ ഫലം വന്നു കഴിഞ്ഞാൽ ഉടനെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം നടത്താൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കൾക്കും, മക്കളെ പ്രതി വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്, മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യം, മക്കളുടെ നന്മ പ്രവർത്തികൾ, നല്ല സ്വഭാവത്തിനു വേണ്ടി ദുഃഖിച്ചു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ ആവശ്യങ്ങളെ അവിടുന്ന് ഇപ്പോൾ തന്നെ കാണണമേ. അവരെ സഹായിക്കണമേ. ഉന്നത പഠനത്തിന് ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കുവാൻ ദൈവമേ ഈ മാതാപിതാക്കളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ പരിഹാരം കണ്ടെത്താൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെല്ലാവരും സൗഖ്യപ്പെടാൻ പ്രത്യേകം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്കൊരു സുഖമായ, ശക്തമായ ജീവിതം ലഭിക്കുവാൻ ആരോഗ്യപരമായ ശരീരവും മനസ്സും അന്തരാത്മാവും ഹൃദയവും നൽകി ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഞങ്ങൾ പ്രാപ്തരാക്കണമേ. ദൈവത്തിൻ്റെ സ്വഭാവം സ്വന്തമാക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സ്ഥിരമായ ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഏപ്രിൽ മാസം ജോലി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അറുതി വന്ന് എല്ലാവർക്കും സമാധാനത്തിൽ ജോലി ചെയ്യുന്നതിന്, സന്തോഷപൂർവ്വം ജോലി ചെയ്യുന്നതിനുള്ള എല്ലാ ചുറ്റുപാടുകളും അവിടുന്ന് ഒരുക്കി ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലി ഇല്ലാത്തവർക്കും അവിടുന്ന് സ്ഥിരമായ വരുമാന മാർഗം ഏർപ്പെടുത്തി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഏപ്രിൽ മാസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവഹിതമെങ്കിൽ അത് സാധിച്ചു കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതത്തിന് യോഗ്യമായ എല്ലാ ആഗ്രഹങ്ങളും കർത്താവെ ഈ മാസം ഞങ്ങൾക്ക് സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം
വിസയുടെ കാലാവധി തീരുന്നതിനു മുൻപ് ഒരു വിദേശ ജോലി ലഭിക്കുവാനും പുതുതായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് തടസ്സങ്ങൾ കൂടാതെ ലഭിക്കുന്നതിനും വേണ്ടി ദൈവമേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് മാനിക്കുകയും അവരുടെ വിസയുടെ തടസ്സങ്ങൾ നീക്കി അവർക്ക് വിദേശ ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവിടുന്ന് നൽകണമേ. അതിൻ്റെ എല്ലാ തടസ്സങ്ങളെയും യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണവും സമൃദ്ധിയും സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ലഭിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഏപ്രിൽ മാസത്തിൽ കൊടുത്തു വീട്ടേണ്ടതായ എല്ലാ കടബാധ്യതകളെയും കൊടുത്തു തീർക്കുവാൻ അവിടുന്ന് അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ഭണ്ഡാരം ഞങ്ങൾക്ക് നേരെ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മാസം കൂടുതൽ അധ്വാനിക്കുവാനും കൂടുതൽ ലാഭകരമായ ജോലികൾ ചെയ്യുന്നതിനും ഞങ്ങളുടെ കടങ്ങൾ എല്ലാം ഓരോന്നായി കൊടുത്തു വീട്ടുന്നതിനും ദൈവമേ അങ്ങയുടെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഈ ആവശ്യങ്ങളിൽ ഒന്നും പെടാത്ത മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ആ ആഗ്രഹം നിറവേറ്റി ഈ ഏപ്രിൽ മാസത്തിൽ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിയെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സത്യവും കൃപയും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും അങ്ങയുടെ കാരുണ്യത്തിന്റെ ബഹുത്വപ്രകാരം ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് സാധിച്ചു തരികയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവരുടെ എല്ലാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിന്റെ വ്യഥ അവിടുന്ന് മനസ്സിലാക്കണമേ. അവിടുന്ന് അത് അറിഞ്ഞ് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ഹൃദയത്തിലെ ദുഃഖവും പ്രയാസങ്ങളും നിരാശയും എടുത്തു മാറ്റാൻ കർത്താവേ, അങ്ങ് ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. ആരോടും പങ്കുവെക്കാത്ത അവരുടെ വ്യക്തിപരമായ വേദനകളെ കാണുന്ന കർത്താവെ, അറിയുന്ന കർത്താവായ ഈശോയെ, അവരുടെ ഹൃദയത്തിൻ്റെ വ്യഥകൾ ഇപ്പോൾ തന്നെ മാറ്റി ദൈവികമായ ആനന്ദം കൊണ്ട് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെ അവിടുന്ന് നിറയ്ക്കണമേ. ദൈവികമായ സമാധാനവും പ്രത്യാശയും കൊണ്ട് എൻ്റെ ഈ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വ്യക്തിപരമായ, കുടുംബപരമായ, ഔദ്യോഗികപരമായ, ബിസിനസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളെയും ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഒപ്പം ഞങ്ങളുടെ മക്കളുടെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരീക്ഷ കഴിഞ്ഞ് ഇനി ഏത് കോഴ്സ് എടുക്കണം, ഇനി ഏത് സ്ഥലത്ത് പഠിക്കണം, ഏത് കോളേജിൽ പഠിക്കണം, ഏത് ഹോസ്റ്റലിൽ നിൽക്കണം, ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്നെല്ലാം ദൈവമേ അങ്ങനാദി മുതലേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങയുടെ തീരുമാനപ്രകാരം, അങ്ങയുടെ ആഗ്രഹപ്രകാരം, ഇഷ്ടപ്രകാരം അങ്ങാണ് ഞങ്ങളുടെ മക്കളെ വളർത്തേണ്ടത്. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ഭാവി അവരാരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാകുന്നതിന് വേണ്ട പഠനം അവർക്ക് നൽകണമേ. അതാകുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ നൽകി അവരറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നതിനു വേണ്ടി ഞങ്ങൾ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളുടെ മക്കളുടെയോ ഇഷ്ടമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടത്. എന്നാൽ ഞങ്ങളെ സൃഷ്ടിച്ച, ഞങ്ങളെ മെനഞ്ഞെടുത്ത പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടത്. അതിനാൽ തന്നെ ഞങ്ങളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് അറിയാവുന്ന ദൈവമേ, അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ലഭിക്കുന്നതിന് വേണ്ട പഠനവും അതിനു വേണ്ട ക്രമീകരണങ്ങളും നടത്തി ഞങ്ങളുടെ മക്കളെ അവിടുന്ന് വഴി നടത്തണമേ. അതോടൊപ്പം അവരുടെ സംരക്ഷണത്തിനും സുരക്ഷിതത്തിനും അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും എല്ലാ കാര്യങ്ങളും അവിടുന്ന് ക്രമീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സമർപ്പിക്കുന്നു. ഈ സമയം കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളുടെയും ആത്മാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും
അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവർക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല, എന്നാൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അവരുടെ ബലഹീനതകൾക്ക് മാപ്പ് കൊടുത്ത്, അവരുടെ കുറവുകൾക്ക് തിന്മകൾക്ക് മാപ്പ് കൊടുത്ത്, അവരുടെ അവിശ്വസ്തത മാറ്റി കർത്താവായ യേശുക്രിസ്തു രക്ഷകനും നാഥനുമാണെന്ന് അവർക്ക് മനസ്സിലാക്കി അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സന്തോഷമുള്ള സമൃദ്ധിയുടെ നിത്യജീവൻ, സകല അനുഗ്രഹങ്ങളുടെയും ആനന്ദത്തിന്റെയും നിത്യജീവൻ നൽകി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ, പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ ലോകത്തിൽ നിന്ന് ജീവിക്കാതെ തന്നെ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം ഈ മാസം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ അവരുടെ മേൽ പതിക്കുന്നതിനു വേണ്ടിയും ദൈവകാരുണ്യത്താൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനു വേണ്ടിയും കർത്താവെ, ഇപ്പോൾ തന്നെ മരിച്ചുപോയ ആത്മാക്കളെ അവിടുന്ന് രക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് നിത്യസൗഭാഗ്യത്തിന് ഉടമകളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ, സമൂഹത്തെ സമർപ്പിക്കുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്തെ പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ഇന്ത്യയുടെ എല്ലാ കോണുകളും ഈശോയെ, എല്ലാ സ്ഥലങ്ങളും, വ്യക്തികളും, കുടുംബങ്ങളും, സ്ഥാപനങ്ങളും ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് സകല മാലിന്യങ്ങളിൽ നിന്നും ഈ ഇന്ത്യ മഹാരാജ്യത്തെ നീ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. എല്ലാ ജനഹൃദയങ്ങളിലും ദൈവസ്നേഹം നിറയുന്നതിനും ദൈവത്തിൻ്റെ സത്യാത്മാവിനെ അയച്ച് സത്യം മനസ്സിലാക്കുന്നതിനും കർത്താവെ, ഇന്ത്യയിലുള്ള ഓരോ വ്യക്തികളിലേക്കും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് സത്യം മനസ്സിലാക്കുന്നതിനും സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കപ്പെടുന്നതിനും ഞങ്ങളുടെ എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകത്തുള്ള ഓരോ വ്യക്തിയെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിറയുന്നതിനും സന്തോഷവും സമൃദ്ധിയും സത്യവും കൊണ്ട് നിറയുന്നതിനും കർത്താവേ, ഈ ലോകത്തെ മുഴുവൻ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റുമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനി നടക്കാൻ പോകുന്ന ഇലക്ഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന അധികാരികളെ അവിടുന്ന് തിരഞ്ഞെടുക്കണമേ. കർത്താവെ, ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കപ്പെടുന്നതിന്, സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ നയിക്കപ്പെടുന്നതിനും നടക്കുന്നതിനും വേണ്ടി ആവശ്യമായ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന, ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന അധികാരികളെ കർത്താവെ അവിടുന്ന് വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഇലക്ഷനെ പൂർണ്ണമായും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ മറ്റൊന്നും നടക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ. സത്യത്തിൻ്റെ പാതയിലൂടെ ഈ ഇലക്ഷൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യാതൊരു ചതിവോ വഞ്ചനയോ ദുഷ്ടതയോ ഇതിൽ കടന്നുകൂടാതെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവം പറഞ്ഞുകൊടുത്ത് സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ഈ രാജ്യത്തെ നയിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവമേ, ഈ ഇലക്ഷനെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ഓരോ സിറ്റിസനും വോട്ട് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നവരെ ഈ ഇലക്ഷനിൽ കൂടി അവിടുന്ന് ജയിപ്പിച്ച് ഈ രാജ്യത്തെ തന്നെ അവിടുന്ന് രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ മാസം നടക്കുന്ന എല്ലാ കോമ്പറ്റീറ്റീവ് പരീക്ഷകളെയും എല്ലാ കോമ്പറ്റീഷൻസിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ സ്പോർട്സ് ഗെയിംസ് എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് സഹായം നൽകി അവരെ വിജയത്തിലെത്തിക്കണമേ, മഹത്വത്തിലെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം എൻ്റെ പ്രിയ സഹോദരങ്ങൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഉള്ള അവരുടെ പ്രാർത്ഥന ഈ സമയം
അവിടുന്ന് ഏറ്റെടുത്ത് അവിടുന്ന് അത് കേട്ട് ഇപ്പോൾ തന്നെ അവരുടെ ആഗ്രഹങ്ങൾക്ക് മറുപടി നൽകണമേ. അവരുടെ ആഗ്രഹങ്ങൾക്ക് സമാധാനപരമായ ഒരു പരിഹാരം നൽകണമേ. അവരുടെ ആഗ്രഹങ്ങൾക്ക് അവർക്ക് ദൈവിക ആനന്ദം ലഭിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടപെട്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, ഈ ഏപ്രിൽ മാസത്തിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഓരോരുത്തരും പാത്രരാകുവാൻ നിത്യമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ഒപ്പം ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സത്യാത്മാവ് ഞങ്ങളെ നയിക്കുന്നതിനും സത്യാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിനും അമ്മേ മാതാവേ, നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ. അതോടൊപ്പം പരിശുദ്ധ അമ്മേ, ഈ ഏപ്രിൽ മാസം മുഴുവനും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും അങ്ങയുടെ നീല മേലങ്കിയുടെ സംരക്ഷണം നൽകി ഓരോ നിമിഷവും ഞങ്ങളെ ഈശോയിലേക്ക് വഴി നടത്തണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ ഏപ്രിൽ മാസത്തിൽ ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾക്കുമേലെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതങ്ങളും നടത്തി നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആനന്ദവും പുതുജീവനം നൽകുന്ന ഒരു പുതിയ ജീവിതത്തിന് നിങ്ങളെ ഓരോരുത്തരെയും ഉടമകളാക്കട്ടെ. ഒപ്പം എല്ലാ മേഖലയിലും ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയും ഇത് അനേകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കൂടുതൽ ഇത് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തും. കാരണം ഈ പ്രാർത്ഥനയിലൂടെ ദൈവം ഉറപ്പായും പ്രവർത്തിച്ചിരിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും ഐക്യതയും സമാധാനവും ഉണ്ടാകുന്നതിനും ദൈവത്തിന്റെ മഹത്വം ദർശിക്കുന്നതിനും ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബത്തെയും അനേകരുടെ കുടുംബങ്ങളെയും ദൈവം രക്ഷിക്കുന്നതിനു വേണ്ടി അനേക കുടുംബങ്ങളിലേക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും ദൈവം ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ വസിച്ചിരിക്കും. അവിടെ സമാധാനവും സന്തോഷവും ഐക്യതയും അഭിവൃദ്ധിയും ഉണ്ടായിരിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.